അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാനഡയിൽ വന്നിരിക്കുന്ന സ്ഥലം കോൾഹാം ട്രെയിൽ, അത് മിസ്സസാഗയിലാണ്. ഒരു ഫോറസ്റ്റ് വാക്കിന് ഇറങ്ങിയതാണ്. കണ്ടോ, ഏജ് ഡസൻ മാറ്റർ ഇഫ് യു വാണ്ട് ടു എൻജോയ് യുവർ ലൈഫ് ഗോ ഓൺ. ഈ കാട്ടിൽ കൂടെ കണ്ട 60 വയസ്സും 60 അല്ലാണ്ട് 4 കൂടി ഉണ്ട് പ്രായമായിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടില്ലേ. സോ ബി ഹാപ്പി ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ഇതാണ് ക്രെഡിറ്റ് വ്യൂ റിവർ ഈ കാണുന്നത്. ആക്ച്വലി നല്ല വീതിയുള്ളൊരു റിവറാട്ടോ ഇത്. ഒരുവിധം എന്താ പറയുക, ഒഴുക്കമുണ്ടല്ലേ. മൈക്കാട്, ഇത് നമ്മൾ നാട്ടിൽ പെരിയാറിലെത്തിയ പോലെ ഉണ്ടല്ലോ. പെരിയാറിൽ മഴക്കാലത്ത് പോകുന്ന പോലെയുണ്ട്. ഇതാണ് ഈ റിവർ. അതും കാടിൻ്റെ നടുക്ക് കൂടെ നേച്ചറിൽ തന്നെ മെർജ് ചെയ്തെടുക്കുന്നൊരു റിവർ. അപ്പോൾ നമുക്കത് ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തില്ല. ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. ചിലപ്പോഴൊക്കെ റിവറിൻ്റെ മീതെ കൂടെ ഇങ്ങനെ വണ്ടികളും പാലവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടേ വെരി നൈസ് വ്യൂ. കാനഡയിൽ മിസ്സസാഗയിൽ ക്രെഡിറ്റ് വ്യൂ റിവറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ആ റിവറിൻ്റെ നടുവിലുള്ള ഒരു ഓൾഡ് ബ്രിഡ്ജാണിത്. വുഡും അയണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വെരി ഓൾഡ് ബ്രിഡ്ജാണ്. ആ റിവറാണെങ്കിലും നല്ല ഫോഴ്സിൽ വെള്ളം ഒഴുകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി നൈസ് പ്ലേസ് ടു എൻജോയ് ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. ഇതാണ് ഈ റിവർ. അതങ്ങനെ അതിൻ്റെ ബ്രാഞ്ചസ് കാട്ടിലോട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അത് ബോത്ത് സൈഡിലുണ്ട്. ശരിക്കും ഒരു മരത്തിൻ്റെ പാലമാണ് ഇവിടെ. ഇറ്റ്സ് റിയലി നൈസ്. വാവ്. അപ്പം അമ്പിളി, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാട്ടോ അമ്പിളി. അമ്പിളി എന്നെ ഇവിടെ എല്ലാം കാണിക്കാൻ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ കാണുന്നത് എന്താണെന്ന്. ഇത് സംതിങ് ഓക്കെ, ഇതൊരു സ്പൈസ്. എൻ്റെ പേരൊന്നും കൂടി സുമാക്ക്. ഓക്കെ, സുമാക്ക് എന്ന് പറഞ്ഞ സ്പൈസാണിത്. അറബികൾ ഇത് പല ഷവർമ അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കും കേട്ടോ. ഇവിടെ അറബികളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെറുതെ നശിച്ച് പോകുമെന്ന് തോന്നുന്നു അല്ലേ. ആക്ച്വലി നൈസ്. ഒന്നുകൂടി പറഞ്ഞേ, ഈ റിവർ ഭയങ്കര ഡീപ്പാണ് ഇവിടെ. ഇവിടെയാണ് സാൽമൺ, എന്താ സാൽമൺ റൺ മൈഗ്രേഷൻ, സാൽമൺ റൺ കാണുന്ന സ്ഥലം ഇവിടെയാണ്. അതായത് ഈ സാൽമൺ ഈ തിരക്ക് ഒഴുക്കിനും ഓപ്പോസിറ്റായിട്ട് ചാടുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ അതൊരു നല്ല വ്യൂ ആണ്. ഒത്തിരി ആളുകൾ അത് കാണാൻ വേണ്ടി വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കാനഡ വരുമ്പോൾ അങ്ങനത്തെ സമയമൊക്കെ നോക്കി വന്നാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സമയം 11:30 എന്നാലും ബേഡ്സിൻ്റെ സൗണ്ടല്ല നിങ്ങൾക്ക് കേൾക്കാമില്ലേ. ലിസൺ, പുഴയുടെ ശബ്ദവും. എല്ലാം കൂടി നല്ലൊരു ആംബിയൻസാണ്. ഇവിടെ വെറുതെ വന്നിങ്ങനെ ഇരിക്കാനായിട്ടും നല്ല രസമാണ്. ഇത് ഗ്രീൻ ബെൽറ്റ് ഏരിയയാണ്. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. സ്ക്യൂറൽ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ചിലപ്പോൾ മാനൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. എന്ത് വലിയ സ്ക്യൂറലല്ലേ. ഇത് വെരി വെരി ലോങ് ഇതാട്ടോ. വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ദൂരെ കാണുന്നില്ലേ, അതാണ് സ്റ്റോം വാട്ടർ ഡ്രെയിൻ. എല്ലാ ഭാഗത്തുള്ള മഴ പെയ്തിട്ട് വെള്ളം ഈ പുഴയിലേക്ക് വരുന്നത് അവിടെ ഡ്രെയിൻ ചെയ്തിട്ടും കൂടിയാണ് വരുന്നത്. അതിനുള്ളൊരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ആക്ച്വലി. പിന്നെ വളരെ സേഫാണ് എല്ലാവരും. ഇവരെല്ലാ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വെരി നൈസ്. അപ്പം നീണ്ടു കിടക്കുന്ന പുഴയുടെ മറ്റേ അറ്റത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം എൻ്റെ ബാക്കിലെ പുഴ ഒഴുകുന്നത് ഇങ്ങനെ വളരെ കിലോമീറ്റേഴ്സോളം നീണ്ടെടുക്കുന്ന ഒരു ഏരിയ കേട്ടോ. മിസ്സസാഗ സിറ്റിയിൽ ഇങ്ങനെ നടക്കാനൊരു സ്ഥലമുണ്ടെന്നും ഒരു പുഴയുണ്ടെന്നും കാനഡക്കാർക്ക് തന്നെ അറിയില്ലായിരിക്കും. സോ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും, കാനഡയിലുള്ളവർ ഇവിടെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക.